എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിനിജ് തോമസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോട്ടയത്താണ്, ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ. ഇന്ന് ഇവിടെ ഹർത്താലാണ്. അപ്പോൾ നമ്മുടെ കോട്ടയം സിറ്റിയിൽ ഹർത്താലിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ക്യാമറാമാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ അറിയാൻ മേലത്തിൽ ആരുമില്ല, എല്ലാവരും സാറേ. പക്ഷേ അദ്ദേഹം അധികം ഫേസ് കാണിക്കാത്തവരാണ്. അതാണ് ഒരു പ്രശ്നം. അതായത് അനൂപ് സാറാണ് നമ്മുടെ തമ്പനയിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ മലപ്പുറത്തു നിന്ന് വന്നതാണ് അല്ലേ? അതെ. അപ്പം എൻ്റെ കൂടെ ഈ നമ്മുടെ ഇവിടെ നിന്നുള്ള യാത്രയിൽ അനൂപ് സാർ ഉണ്ടാകും. അപ്പോൾ അനൂപ് സാറിൻ്റെ ആ ചാനലിൻ്റെ പേരിന് അനൂപ് ചന്ദ്രൻ എന്നുള്ള എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റഗ്രാം അതിന് വളരെ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇപ്പോൾ 3 ലക്ഷം അധികം ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാം. ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി ഒന്ന് ഫോളോ ചെയ്യാം അല്ലേ? അപ്പം നേരെ നമുക്ക് കോട്ടയം ടൗൺ. നമ്മൾ ഫ്ലാറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ ഫ്ലാറ്റിന് തൊട്ട് മുകളിലാണ്. അത് ഇത് കണ്ടില്ലേ, ഇവിടെ അതായത് ഓർത്തഡോക്സുകാരുടെ അരമനയാണിത്. ഇവിടെ ഭയങ്കര വിശിഷ്ടമായൊരു സ്ഥലമാണ്. ഇവിടെ ഇഷ്ടം ആൾക്കാർ വരികയും അവർ പിതാക്കന്മാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതാണ് നമ്മുടെ ഓർത്തഡോക്സ് അരമന. കണ്ടില്ലേ? ആ അരമനയെ കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് മനോഹരമായ കോട്ടയത്ത് നടക്കാൻ പറ്റി ഇതുപോലെ മനോഹരമായ വയലും പാടങ്ങളൊക്കെ കണ്ട് പൂത്തലിഞ്ഞ് നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ട് മോർണിംഗിന് പറ്റിയത്. കാരണം വേറെ വണ്ടിയുടെ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇത്. ഈ കളത്തിക്കടവ് അതിൻ്റെ പേരനാ കടത്തിക്കടവ് അല്ലേ? ഇത് നമ്മുടെ ഉറ്റ സുഹൃത്ത് അനുവാണ്. ഇങ്ങനെ വന്നേ. നല്ലത് അനുവുണ്ട് നമ്മുടെ കൂടെ. അനുവുണ്ട് എല്ലാവരും അനുമാരാണ് അല്ലേ? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ യാത്രയിൽ അനുവും കുറേ ദിവസത്തേക്ക് ഉണ്ടായി. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുന്ന അനുവാണ്. അപ്പോൾ ഇതിൻ്റെ പേരാ കളത്തിക്കടവ് അതല്ലേ? പിന്നെ ഈ 6 കോണ്ടൂരാറ് ഇതൊക്കെ അറിയാവുന്ന വായിൽ ഉളുക്കാണ്, മറന്നുപോയി. അപ്പോൾ ഏതായാലും നമുക്ക് നടക്കാം. ഇച്ചിരി നല്ല അടിപൊളി നടക്കാൻ പറ്റിയ സ്ഥലമാണ് കിടു. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അധികം കാര്യമൊന്നുമില്ല. ഇന്ന് ഹർത്താലാണ് മുമ്പേ പറഞ്ഞ കണക്ക്. അപ്പം നമ്മൾ നേരെ ടൗണിലോട്ട്, അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് ഓളിയിട്ട് പോയി നോക്കിയിട്ട് വരാം. വരൂ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ബസ് സ്റ്റാൻഡ്, കോട്ടയത്തിൻ്റെ ഹൃദയഭാഗം. 24 മണിക്കൂറും ബസ്സുകളും തിങ്ങും തിരഞ്ഞ ആൾക്കാരുമായിട്ട് പോകുന്ന ഒരു സ്ഥലം. പക്ഷേ ഇപ്പം എൻ്റെ പുറകോട്ട് നോക്കി, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് നോക്കി, ഒരു മനുഷ്യരില്ല. ഇന്ന് ഓസ്ട്രേലിയ വന്നിറങ്ങിയ ദിവസം ആദ്യമേ ബന്ദാണ്. ബന്ദിൽ എന്താണ് സംഭവിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ കൂടെ എല്ലാവർക്കും ബന്ദ് ദിവസത്തിൽ കോട്ടയത്തിലേക്ക് സ്വാഗതം. കോട്ടയത്തെ പറ്റി പറയുമ്പോൾ 3 L എന്നാണ് പറയുന്നത്. ലാൻഡ് ഓഫ് ലാരക്സ്, ലേക്സ് ആൻഡ് ലിറ്ററസി. അതാണ് കോട്ടയം പാലായും ചങ്ങനാശ്ശേരിയും മീനച്ചിലും ഒഴുകുന്ന കോട്ടയം, നമ്മുടെ സ്വന്തം കോട്ടയം. അപ്പോൾ നേരെ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ ഓളയിട്ട് പല വിശിഷ്ട ഭാഗങ്ങളിലേക്ക് കമ്പോൺ. ഈ സമയത്ത് ഇതാണ് നമ്മൾ ബേക്കർ ജംഗ്ഷനിലോട്ടാണ് ഇപ്പം ചേരുന്നത്. കോട്ടയത്തിൻ്റെ ഒരു ഹൃദയഭാഗമാണ് അല്ലേ? വേണല്ലേ? ഒരു മനുഷ്യരില്ല അവിടെ ഇവിടെ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇപ്പം ഏകദേശം ഒരു പീക്ക് ടൈമാണ്. ഇപ്പം എത്ര മണിയായോ? 8:15. ഇപ്പം സ്കൂളും കോളേജും ഓഫീസും ഒക്കെ ആൾക്കാർ പോകുന്ന സമയമാണ്. പക്ഷേ ഇപ്പം കണ്ടില്ലേ, ഒരു മനുഷ്യരെ ഈ പ്രദേശത്തെങ്ങും ഇല്ല. അതാണ് ഒരു ഹർത്താലിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഒരു മനുഷ്യരെല്ലാം നിശ്ചൽ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ വണ്ടി വന്ന് ക്യൂ നിന്ന് അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയത്തെ അല്ല, കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് ചർച്ച് മിഷണറി സൊസൈറ്റി കോളേജ്, CMS. ഒത്തിരി പ്രശസ്തരായ പ്രഗത്ഭരായ വ്യക്തികൾ പഠിച്ചിറങ്ങിയ കോളേജാണ്. ഇവിടെ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായില്ല. അപ്പോൾ നമുക്ക് CMS കോളേജ് കോട്ടയത്തിൽ വന്ന് കാണാതെ പോകാതെ ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാം. ഇപ്പം പിള്ളേരുടെ ഒക്കെ ഒരു ബാഹുല്യം കണ്ടതാണ്, പക്ഷേ ആരുമില്ല, കാരണം ഹർത്താലാണ്. കമോൺ. അതായത് കോളേജെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ആരുമില്ല. ഞാനിവിടെ പഠിച്ചൊരു വ്യക്തിയല്ല, അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഏതായാലും അകത്തോട്ട് പോകാൻ പറ്റില്ല.
അപ്പം ഇതാണ് CMS കോളേജ്. ഇവിടെ വരുമ്പം കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി സൂപ്പർ. ഇവൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര ഒരു പ്രശസ്തമാണ്. പല ഒരു ഹിസ്റ്റോറിക് രീതിയിലാണ് എല്ലാം കൊണ്ടാക്കിയേക്കുന്നത്. ഇഷ്ടം പോലെ സിനിമാസ് ഒത്തിരിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അകത്തോട്ട് കയറുന്നില്ല, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട്. അതായത് ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ചെറിയ പള്ളി, കോട്ടയം ചെറിയ പള്ളി. അതും കണ്ടിരിക്കേണ്ട ഒരു പള്ളി തന്നെയാണ്. നമുക്ക് ഏതായാലും നേരെ കോട്ടയം ചെറിയ പള്ളിയിലോട്ട്, തൊട്ടപ്പുറത്ത് തന്നെ. ഹർത്താലായതുകൊണ്ട് ഹോട്ടലില്ല, ഒന്നുമില്ല. CMS കോളേജ് വരെ അടഞ്ഞു കിടക്കുക. അന്നിപ്പം പട്ടിണിയാണ്. ഇന്ന് പട്ടിണിയാണ്. നമ്മൾ ഇവരെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് പട്ടിണിയാന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കും, എവിടെന്നെങ്കിലും എന്തെങ്കിലും കഴിക്കും. അതാണ് കോട്ടയം, കേരളം. അതെ. ഓക്കെ. അപ്പോൾ അതെ, നമ്മൾ വന്നെത്തിയിരിക്കുന്നത് CMS കോളേജ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് കോട്ടയം ചെറിയ പള്ളി, ഓർത്തഡോക്സുകാർ പള്ളിയാണ്. ഇത് കണ്ടില്ലേ, AD 1579. ആ പഴയ രീതിയിലുള്ള കൽക്കെട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഒത്തിരി ഹിസ്റ്ററി ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയാമല്ലോ. ഏതായാലും നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ ചെറിയ പള്ളിയുടെ കാണാം. വാ, അകത്തോട്ട് വാ. എല്ലാം എന്തൊരു മനോഹരം ഇത് കാണാനായിട്ട്, ഭയങ്കര രസമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചെറിയ പള്ളിയിൽ അധികം ഇങ്ങനെ വന്നിട്ടില്ല. ഇതുവഴി പോയപ്പോൾ ജസ്റ്റ്, പക്ഷേ ഇപ്പോഴാണ് അധികം അകത്തോട്ട് കയറുന്നത്. പക്ഷേ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഏതായാലും നമ്മുടെ ചരിത്രം ഇതിനകത്തൊക്കെ കിടപ്പുണ്ട്. അത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക അല്ലേ. അടിപൊളിയ സംഭവം. ഞാനിപ്പോൾ നമ്മുടെ പ്രശസ്തമായ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത്, വേറൊരു ഹൃദയഭാഗത്ത് വന്നൊക്കെയാണ് നമ്മുടെ തിരുനക്കര ക്ഷേത്രം. അല്ലേ, ഇവിടെ പകൽപ്പൂരമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇതുകൊണ്ട് എന്തുമാത്രം പ്രാവുകളായിരിക്കും അറിയോ അല്ലേ. അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. ഇതിനെ പറപ്പിച്ച് വിടാമെങ്കിൽ ഭയങ്കര രസം. എല്ലാവരും തീറ്റയെ കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത്രയും പ്രാവുകൾ ഒന്നിച്ച് കിടാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല. അല്ലേ, അടിപൊളി. അപ്പോഴത്തെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ വാതൊക്കെ വന്ന് നമ്മളെപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ടുപുറകിൽ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നിന്ന് തീരാൻ സ്ഥലമില്ലാത്ത ഒരു സമയമാണ്. പക്ഷേ ഇപ്പം ആളില്ല, ഹർത്താലാണ്. പക്ഷേ എങ്കിലും ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഉണ്ട്. പൂക്കടക്കാരൊക്കെ ഉണ്ട്. അവർക്ക് അമ്പലത്തിൽ പോകുന്നവർക്ക് ഉള്ള പൂ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇവർ കൊടുക്കും. അവരെ 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഇതാണ് വിമലഗിരി പള്ളി. നല്ല മനോഹരമായ ഒരു പള്ളി അല്ലേ, മാതാവിൻ്റെ പള്ളിയാണ്. സംഭവം സൂപ്പറാണ്. നമുക്കെന്നാൽ അതൊക്കെ പോയാലോ. അവിടെയൊക്കെ ഹോട്ടലിലായിരുന്നു. അവസാനം നമ്മളിതേ ഒരു ഹോട്ടലിൽ വന്നേക്കാം. ഇതിൻ്റെ പേരിന് അച്ചായൻ്റെ അടുക്കള ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും അകത്തോട്ട് കയറി നോക്കാം. ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കും, കാരണം കത്തിയിട്ട് മേല അവിടെ നോക്കിയിട്ട് ഒന്നുമില്ലായിരുന്നു. ചെറിയ വണ്ടിയൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാം. വരൂ. സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ വിശപ്പിൽ അല്ലേ, നമ്മൾ ഫുഡ് കഴിക്കാൻ എടുക്കുന്ന മറന്നുപോയി. അതിന് ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഇച്ചിരി പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ അനീച്ചാർക്ക് കൊടുക്കാൻ വേണ്ടി. ഏതായാലും നമുക്ക് നേരെ ഇപ്പം ഇച്ചിരി വണ്ടിയൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇപ്പം വലിയൊരു പ്രശ്നം കാണിക്കുന്നില്ല. ഈ ഹോട്ടലൊക്കെ തുറന്നു, എന്നാലും വലിയ ആളുമില്ല കേട്ടോ. ആൾക്കാരെല്ലാം വീട്ടിൽ ഇരിക്കാനുള്ളൊരു അവസരമാണിത് അല്ലേ. അത് ഏതായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. വാ. ഞങ്ങൾ നമ്മുടെ കോട്ടയം പട്ടണത്തിൽ കൂടെ നമ്മൾ അതായത് നമ്മൾ ഈ ബന്ധമൊക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ പോയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇത്രയും നാളെ ബന്ധു വന്നിട്ട്. അപ്പോൾ ഗോപിച്ചേട്ടൻ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഡ്യൂട്ടിക്ക്? ഞാൻ 18 കിലോമീറ്റർ അകലെ പ്ലാക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് എങ്ങനെ വന്നു ഇങ്ങനെ? 2 ബൈക്ക് കയറി. അതാണ് ബുദ്ധിമുട്ടല്ലേ. 2 ബൈക്ക് കയറി ഗോപിച്ചേട്ടൻ വർക്ക് ചെയ്യാൻ വന്നതാണ്. ഗോപിച്ചേട്ടൻ്റെ കൂടെ താമസിച്ച ഒരു വീഡിയോ വരുന്നുണ്ട് അല്ലേ? ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാന്ന് പറ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി. നമസ്കാരം.